ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ വലിയ ചേച്ചീനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കോയമ്പത്തൂർ കേട്ടോ. ചേച്ചിക്ക് ചെറിയൊരു കണ്ണിന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. കോയമ്പത്തൂർക്കാണ് പോകുന്നത്. എൻ്റെ ചെറിയ ചേച്ചിയും വലിയേച്ചിയുടെ കുട്ടിയും ഗിരിയേട്ടനും വലിയേച്ചിയുടെ ഹസ്ബൻഡ് ഗിരിയേട്ടനും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവരുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലാണ് നമ്മൾ കാണിക്കുന്നത്. ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലെത്തി അവിടെ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഗിരിയേട്ടൻ പറയുന്നുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് പിന്നെ എടുക്കാൻ ഒരുപാട് സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ആദ്യം ഇവിടുന്ന് ബില്ല് അടിച്ചിട്ട് പിന്നെ ഫുഡിന് ക്യൂ നിന്നിട്ട് അങ്ങനെയൊക്കെ ഫുഡ് എടുക്കുന്നത്. അപ്പോൾ ഗിരിയേട്ടൻ്റെ ഫ്രണ്ടും കൂടെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു തന്നെ കേട്ടോ. ഞങ്ങളപ്പോഴേക്കും സീറ്റ് പിടിച്ചു. കഴിയുന്നവർ എണീച്ചിട്ട് സീറ്റിൽ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ എണീക്കാതെ ഇരുന്നിട്ട് ഇങ്ങനെ സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ അല്ല, ചേച്ചിയും ഗിരിയേട്ടനും കൂടെയാണ് ഡോക്ടറെ കാണാൻ കയറുന്നത്. ഞങ്ങൾ കുട്ടീനെ നോക്കാൻ പോയതാണ് കേട്ടോ. കുട്ടി ആണെങ്കിൽ കുട്ടി ഞങ്ങളൊപ്പം തന്നെയായിരുന്നു. ആൾ ചെറിയ കുറുമ്പൊക്കെ കാണിച്ചെങ്കിലും എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ ഒതുക്കി നിർത്തി. അവിടെ ആണെങ്കിൽ റേഞ്ചും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബോറടിയും കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. കുട്ടീനെ കുറേ നേരം കളിപ്പിച്ചു. അവളാണെങ്കിൽ ഒതുങ്ങിയിരിക്കാത്ത സ്വഭാവമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. എപ്പോഴാണ് ഓടുക എന്ന് അറിയാൻ പറ്റില്ല. ആ കുട്ടീനെ നോക്കി ഞങ്ങൾ അകത്തിരുന്നപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് വേറെ മുൻവശത്ത് വന്നിരുന്ന് പിന്നെ അതുകൂടെ ഓട്ടായി. ആകെ കുറുമ്പായിരുന്നു. ബാഗൊക്കെ ഇട്ട് നോക്കുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഗണപതിയുടെ ഒരു വിഗ്രഹം കേട്ടോ. ഞാൻ വേറെ വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ പോരാൻ നേരമായപ്പോഴേക്കും ഞങ്ങൾ കാറിൽ വന്നിരുന്നു കേട്ടോ. ബോറടിച്ചപ്പോൾ പുറത്തല്ല വെയിലും പിന്നെ ഓടിക്കളിച്ചും ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ കാറിൽ വന്നിരുന്നു. ഞങ്ങൾ കൂടെ പോയപ്പോൾ കൊണ്ടുപോയതാട്ടോ ചോളം. അതും കഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്മൂത്തായിട്ട് തന്നെ പോയി. പിന്നെ തമിഴ്നാട് കഴിഞ്ഞ് പാലക്കാട് എത്താൻ ആ സമയമായപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു മഴയൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പാലക്കാട് നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിച്ചിട്ടാട്ടോ വന്നത്. ഗിരിയേട്ടനും ഏട്ടനും കൂടെ ബീഫ് ബിരിയാണി, ഞങ്ങൾ ചിക്കൻ ബിരിയാണി കേട്ടോ കഴിച്ചത്. കുഞ്ഞു ആണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അവൾക്ക് ഉറക്കത്തിൻ്റെ ഇടയ്ക്കാണ് അവളെ ഫുഡ് കഴിക്കാൻ